ലീഗുമായുള്ള ഭിന്നത അത് സമസ്ത എന്ന ആത്മീയ കേന്ദ്രം ലീഗുമായി ഇടയുന്ന കാഴ്ച നാം കുറേ മാസങ്ങളായി കാണുന്ന ഒന്നാണ്. മുമ്പും അതിന് നിദാനമായ സംഭവവികാസങ്ങൾ ലീഗിലുണ്ടായിട്ടു. പക്ഷേ അന്നൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിരുന്നു. ഇന്നത് പ്രശ്നപരിഹാരം ഇല്ലാത്ത രീതിയിലേക്ക്, അതായത് സാദുക്കലി തങ്ങൾക്കെതിരെയും ഒക്കെ സമസ്ത പണ്ഡിതന്മാർ രംഗത്തെത്തുന്ന കാഴ്ച, ലീഗിനോട് ശക്തമായ വിയോജിപ്പ്, പല വിഷയങ്ങളിലും ഉള്ള എതിർപ്പുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവമായി ലീഗ് സമസ്ത പോര് നീങ്ങുന്നൊരു ഘട്ടമാണ്. അതിലാണ് ഇന്ന് നിർണായകമായ മുഷാവറ എന്ന് പറഞ്ഞാൽ നിർണായകമായ ഒരു മീറ്റിംഗ് ഉണ്ടാകുന്നത്. ലീഗുമായുള്ള ഭിന്നതയ്ക്ക് പക്ഷേ അവിടെയും പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ്. തർക്കങ്ങൾ പുറത്തെത്തി ജിഫ്രി തങ്ങൾ, അതും തങ്ങൾ കുടുംബം, പാണക്കാട് തങ്ങൾ കുടുംബമാണ് ജിഫ്രി തങ്ങൾ തർക്കങ്ങൾ സ്ഥിരീകരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. തർക്കങ്ങൾ ചർച്ച ചെയ്യാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രത്യേക മുഷാവറ, അതായത് പ്രത്യേക മീറ്റിംഗ് വിളിക്കുമെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ജിഫ്രി തങ്ങളുടെ വാക്കുകളൊന്ന് കേൾക്കാം. ദിവസത്തിൽ ഏകദേശം ഒരാഴ്ചനുള്ളിലോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിലോ രണ്ടാമത് മുഷാവറ വിളിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ചർച്ച തുടങ്ങിയിട്ടുള്ളൂ. അത് അതിലേക്ക് എത്തിയ മുഴുവൻ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച? അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പം അതന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ പല പരാതികളും വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയാലോ പല പരാതിയും വന്നിട്ടുണ്ട്. രണ്ട് ഭാഗത്തുനിന്നുള്ള അതന്നെ അതായിരിക്കും. നിങ്ങൾ ചോദിച്ചല്ലോ. ഇപ്പോൾ നിങ്ങൾ ഏത് പരാതിയെന്ന് ചോദിച്ചത്, ആ പരാതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോഷില കൂടി ചേരുകയാണ്. ജോഷില, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പരസ്യമായി തർക്കങ്ങളുണ്ട്, പരാതിയുണ്ടെന്ന് വളരെ നിഷ്കളങ്കമായി പറയുന്നു. അതേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മുഷാവറയിൽ ഈ നിർണായകമായ മീറ്റിങ്ങിൽ രൂപം കൊണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നു. അതായത് ലീഗ് നേതാക്കന്മാർ പുറത്ത് പറയുന്നത് പോലെയല്ല, വളരെ ഗൗരവവും ഗുരുതരവുമായ വിഷയം, ലീഗിൻ്റെ എല്ലാ കാലത്തെയും ആശയ സ്രോതസ്സായിരുന്ന അല്ലെങ്കിൽ പിന്തുണയുടെ സ്രോതസ്സായിരുന്ന സമസ്ത ഇടയുന്നു എന്നുള്ളതാണ്. അത് PMA സലാമിൻ്റെ വിഷയത്തിലായാലും മറ്റ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ കാലി വിഷയത്തിലുള്ള സാദുക്കലി തങ്ങളോടുള്ള എതിർപ്പായാലും, ഇങ്ങനെ വലിയ പരാതികൾ പരിഹരിക്കാൻ പോലും ആകാത്ത വിധം സംഘർഷമാണ് അതിനുള്ളിലുള്ളത് എന്നാണ് ഇന്ന് ബോധ്യമാകുന്ന കാര്യങ്ങൾ. പ്രത്യേക മുഷാവറ വിളിക്കുമത്രേ, അല്ലേ? തീർച്ചയായും അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ ലീഗ് സമസ്ത ബന്ധം രൂക്ഷമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ, തമ്മിലുള്ള ബന്ധം തർക്കത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു മുഷാവറ, അതായത് സമസ്തയുടെ പണ്ഡിത സഭ വിളിച്ചു ചേർക്കുന്നത്. ഈ പണ്ഡിത സഭയിൽ നേരത്തെ മാധ്യമങ്ങളടക്കം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ, അതായത് തർക്ക വിഷയങ്ങൾ ഉണ്ട് എന്ന് മാധ്യമങ്ങളടക്കം പ്രചരിപ്പിച്ച, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ മുഷാവറ യോഗത്തിന് ശേഷം പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ആദർശ സംരക്ഷണ സമിതി എന്ന രൂപത്തിൽ ഒരു സമിതി ലീഗിന്റെ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ട് രൂപീകരിക്കുന്ന വേളയിൽ ഈ സമസ്തയിലെ ലീഗ് അനുകൂലികളടക്കം പങ്കെടുത്തു എന്നുള്ളത് വലിയ വിഷയമായി സമസ്തയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ലീഗ് അനുകൂലികൾ സമസ്തയെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി മാറ്റുകയാണ്, അല്ലെങ്കിൽ സമസ്തയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്, തർക്ക വിഷയമായി നിലനിൽക്കുന്നത്. ഈ തർക്ക വിഷയം സ്ഥിരീകരിക്കുകയാണ് ഇന്ന് ജിഫ്രി തങ്ങളും ചെയ്തിട്ടുള്ളത്. ഈ തർക്ക വിഷയം നിലവിലുണ്ട്. ഇത് പരിഹരിക്കാനോ അല്ലെങ്കിൽ പ്രശ്നം ചർച്ച ചെയ്യാനോ 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും ഒരു പ്രത്യേക മുഷാവറ വിളിച്ചു ചേർക്കും എന്നുള്ളതാണ് ജിഫ്രി തങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പുറത്താക്കണമെന്നുള്ള ആവശ്യം, ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കുന്നുള്ള ആവശ്യം സമസ്തയിലെ ലീഗ് അനുകൂലികളിൽ നിന്നും വന്നിരുന്നു. അതിന് കാരണം സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ ഉമർ ഫൈസി മുക്കം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ജിഫ്രി തങ്ങൾ ഈ ഒരു നിലപാടിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ജിഫ്രി തങ്ങളാണ് അത്തരത്തിൽ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടിയെടുക്കേണ്ട എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതും ഒരു തർക്ക വിഷയമായി നിലനിൽക്കുന്നുണ്ട്. അതും അടുത്ത മുഷാവറ യോഗത്തിൽ ചർച്ചയാകും. അതുപോലെ തന്നെ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധപ്പെട്ട്, CIC-യുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ നേരത്തെ തന്നെ സാദിഖലി ശിഹാബ് തങ്ങൾ അടക്കം പങ്കെടുത്തുകൊണ്ട് 7 തവണ ചർച്ച നടന്നതാണ്. ആ ചർച്ചയിൽ വെച്ച 9 കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ CIC മുന്നോട്ട് വന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ദൃശ്ശേരിയെ മാറ്റാൻ വേണ്ടി ബാഫക്കി സ്റ്റഡി
ഹക്കീം അദ്രിശ്ശേരിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റാനായി ഇവർ തയ്യാറായില്ല എന്നുള്ളതും സമസ്തയ്ക്ക് CIC-യുമായി ഇനി യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലാണ് ജിഫ്രി തങ്ങൾ ഇപ്പോൾ ഈ വിഷയവുമായി നിർണായകമായ കാര്യമാണ്. കാരണം ഈ ആദർശ സംരക്ഷണ സമിതി ഇവിടെ പ്രവർത്തനങ്ങളിലൊക്കെയുള്ള വലിയ വിയോജിപ്പ് അതിനുള്ളിൽ പണ്ഡിതന്മാർക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെക്കാളുപരി അതിൻ്റെ സാങ്കേതിക അർത്ഥങ്ങളൊക്കെക്കാളുപരി ലീഗ് നിലവിലെ നേതൃത്വത്തിനെതിരെ എന്നുള്ളതാണ്. അതുമായി കൂട്ടി വായിക്കേണ്ട ഒന്നുകൂടി അവിടെ സംഭവിക്കുന്നു. കോഴിക്കോട് നഗരത്തിലും ലീഗോ ഹൗസിന് മുന്നിലുമൊക്കെ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. ലീഗ് ആരുടെയും തറവാട്ട് സ്വത്തല്ല, പുതിയ നേതാക്കൾക്ക് അവസരം നൽകൂ എന്നൊക്കെയായിരുന്നു ഈ ബാഫക്കി സ്റ്റഡീസ് സർക്കിളിൻ്റെ ഒക്കെ പേരിലുള്ള പോസ്റ്ററുകൾ, അല്ലേ ജോഷില? അതിൻ്റെ വിവരങ്ങൾ കൂടി ചേർക്കുന്നതിന് മുമ്പ് ആ റിപ്പോർട്ടൊന്ന് കാണാം. ലീഗിനുള്ളിൽ രാഷ്ട്രീയ കലാപം മൂർച്ഛിക്കുകയാണ്. സമസ്ത വിഷയത്തിലും വഖഫ് വിഷയത്തിലും നിലപാടെടുക്കാൻ ലീഗിന് ആവുന്നില്ലെന്നതാണ് പ്രധാനം. അണികൾക്കിടയിലും നേതൃത്വത്തിനിടയിലും പോഷക സംഘടനകൾക്കിടയിലും അസ്വാരസ്യം രൂക്ഷമായി പൊട്ടിത്തെറിയിലേക്ക് എത്തിത്തുടങ്ങി. ഏറ്റവും അവസാനം സമസ്ത മുശാവറ യോഗത്തിനു മുന്നേ ലീഗ് ഹൗസിലും കോഴിക്കോട് ടൗണിലും ബാഫക്കി സ്റ്റഡി സർക്കിളിന്റെ പേരിൽ ഇറങ്ങിയ പോസ്റ്ററുകൾ ലീഗിലെ ചില നേതാക്കളുടെ അപ്രമാദിത്വത്തിന് നേരെയുള്ള രൂക്ഷമായ വിമർശനം തന്നെയാണ്. ഞാനും അപ്പൻ തമ്പുരാനും സുഭദ്രയും പോലെ ലീഗ് ഒരു തറവാട് സ്വത്തല്ല, ഒറ്റക്കൊരാളും പടുത്തുയർത്തിയതുമല്ല, പുതുതലമുറ പാർട്ടിയെ നയിക്കട്ടെ എന്നാണ് ഒരു പോസ്റ്ററിലുള്ളത്. PK കുഞ്ഞാലിക്കുട്ടിക്കും തങ്ങൾ കുടുംബത്തിനുമെതിരെയുള്ള കലാപത്തിന്റെ ആദ്യ വിത്താകും ഈ പോസ്റ്ററുകൾ. വഖഫ് വിഷയത്തിൽ കാരാത്തൊട്ടെ മുതലാളിയുടെ കുതന്ത്രങ്ങൾ സമസ്ത മുശാവറ തിരിച്ചറിയുക എന്നാണ് മറ്റൊരു പോസ്റ്റർ. മുനമ്പം വഖഫ് ഭൂമി തന്നെ എന്നതും പോസ്റ്ററിലുണ്ട്. മുനമ്പം വഖഫ് ഭൂമിയെക്കുറിച്ച് വഖഫ് ഭൂമി അല്ലെന്ന് പറയാൻ VD സതീശനെ നിയോഗിച്ച നേതാവിനെതിരെയും രൂക്ഷ വിമർശനമാണ് പോസ്റ്ററിലുള്ളത്. ദേശീയ തലത്തിലെ യൂണിവേഴ്സിറ്റികളിലെ MSF കൂട്ടായ്മയായ ബാഫക്കി സ്റ്റഡി സെന്റർ പുതിയ തലമുറയുടെ ലീഗ് നേതൃത്വത്തിനെതിരെയുള്ള രൂക്ഷമായ വിമർശനവുമായാണ് രംഗത്തെത്തിയിട്ടുള്ളത്. സമസ്ത വിഷയത്തിലായാലും വഖഫ് വിഷയത്തിലായാലും ലീഗിനിത് പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. വിലക്കുകളുടെ വാറോലകൾ കൊണ്ട് ആദർശശാലികളുടെ വായ് മൂടിക്കെട്ടാമെന്ന് വ്യാമോഹിക്കേണ്ട എന്നുള്ള മുന്നറിയിപ്പ് കൂടി ലീഗിന് ലഭിച്ചിരിക്കുന്നു. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഫിറോസ് കൂട്ടാലിയുടെക്കൊപ്പം PV ജോഷില. ജോഷില തന്നെ P2C സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ലീഗിനുള്ളിലേക്ക് ഈ പ്രശ്നം സമസ്തയുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ കടക്കുന്നു എന്നുള്ളതാണ്. ലീഗിൻ്റെ നിലവിലത്തെ നേതൃത്വത്തെയും സംവിധാനങ്ങളെയും അതുവഴി UDF-ലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സാമുദായികമായ ഒരു പക്ഷത്തെ ഉപയോഗിച്ചുകൊണ്ട് UDF നേട്ടം കൊയ്യാമെന്നുള്ള കാര്യങ്ങൾക്ക് അടിത്തട്ട് മുതൽ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന വലിയ രാഷ്ട്രീയ വികാസമാണ് ഇതുവഴി സൂചകമാകുന്നത്. ജോഷില. തീർച്ചയായും അജിംഷാദ് തന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. സമസ്ത നേരത്തെ ലീഗിന്റെ കയ്യിലായിരുന്നു. അതായത് ലീഗ് എപ്പോഴും ഈ ഒരു മതസംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് വളരാനുള്ള ശ്രമം നടത്തിയതായിരുന്നു. ആ സമയത്താണ് ലീഗിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയം തന്നെ സമസ്തയിലും ഈ ലീഗ് അനുകൂലികൾ വേറെ പോകുന്നു. സമസ്തയെ ലീഗ് വൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ മറ്റൊരു വിഭാഗം നീങ്ങുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും വ്യക്തമാണ്.